താലിപ്പൊന്ന്. വാമിക കണ്ണടിച്ചല്ലോ. നമുക്കേ ഒരു ഫോട്ടോ കൂടി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലൻ വീണ്ടും ക്യാമറ ഉയർത്തിയതും ആദത്തിന്റെ കൈകൾ പഴയതുപോലെ അവളുടെ ഇടുപ്പിൽ അമർന്നു. ഇത്തവണ വാമി കണ്ണിച്ചുമയില്ല. പക്ഷെ അറിയാതെ ആദത്തിനെ നോക്കിപ്പോയി. ആദമാണെങ്കിൽ മുഴുവൻ ശ്രദ്ധയും ക്യാമറയിലേക്ക് തന്നെയാക്കിയാണ് നിൽപ്പ്. അലനിതെല്ലാം കാണുന്നുണ്ട്. വാമി നോട്ടം ക്യാമറയിലേക്ക് തിരിച്ചു. അറിയാതെ അവളുടെ അതിരങ്ങൾ വിടർന്നു. അതിമനോഹരമായ ഒരു കുടുംബചിത്രം അവിടെ പിറവികൊണ്ടു. എന്നാൽ അത്രയും നേരം ആദത്തിനെ നോക്കി നിന്ന അലീനയുടെ കണ്ണുകൾ പുകഞ്ഞു. വാമിയുടെ ഇടുപ്പിലമർന്ന ആദത്തിന്റെ കൈകൾ കാണെ അലീനയുടെ ദേഷ്യം തിളച്ചു മറിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഹോളിലേക്ക് പോയി. അവർക്കൊപ്പം വാമിയും. കുറച്ചു മുൻപ് ആദത്തിൽ നിന്നുണ്ടായ പ്രവൃത്തിയിൽ അവൾക്ക് കണ്ണു നിറഞ്ഞു. അറിയാത്ത ഒരാള് ഇതിപ്പോ രണ്ടാം തവണയാണ് തന്റെ ദേഹത്ത് സ്പർശിക്കുന്നത്. 2 പ്രാവശ്യം എതിർക്കാൻ കഴിഞ്ഞില്ല. താനൊരു മോശം പെൺകുട്ടിയാണെന്ന് കരുതിയോ? അതുകൊണ്ടാണോ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓർക്കെ അവളുടെ മിഴികൾ നിറഞ്ഞു. വാമികയെ തന്നെ നോക്കി നിന്ന് ആദവും കണ്ടു അവളുടെ കണ്ണ് നിറയുന്നതും സാരി തുമ്പുകൊണ്ട് അവളെ കണ്ണീരൊപ്പുന്നതും മനസ്സിൽ എവിടെയോ ഒരു വേദന പടർന്നു പിടിക്കുന്നതും ദിശയറിയാതെ എങ്ങോട്ടെന്നല്ലാതെ ആ വേദന അവനെ മുഴുവനായി മൂടിക്കളഞ്ഞതും ഒരേ നിമിഷം കൊണ്ട് കഴിഞ്ഞു. അവൻ വാമിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ സമയത്താണ് അലീന അവനടുത്തേക്ക് വന്നത്. ചേട്ടി ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എങ്കിൽ വാ, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അലീന പോയി വാമികയെ കൂടി വിളിക്ക് ഫുഡ് കഴിക്കാൻ. അലീനയുടെ നെറ്റി ചൊളിഞ്ഞു. എങ്കിലും ആദം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിയാത്തതിനാൽ അവൾ പോയി വാമികയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. നരിമറ്റത്തിലെ ആ വലിയ ഡൈനിങ് ഹാളിൽ ജേക്കബിന് തൊട്ടടുത്ത് തന്നെയാണ് വാമിക ഭക്ഷണം കഴിക്കാനിരുന്നത്. അവൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് ആദം ഇരുന്നത്. അവൻ്റെ തൊട്ടരികിൽ അലീനയും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജേക്കബ് വാമികയോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മുക്കിയും മൂളിയുമാണ് മറുപടി പറഞ്ഞത്. അറിയാതെ പോലും ആദത്തിലേക്കൊരു നോട്ടം വഴുതി വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ആദവും ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ഒളിച്ചുകളി. ഭക്ഷണം കഴിച്ച് ആദ്യം എഴുന്നേറ്റത് വാമിയാണ്. കൊച്ചൊന്നും കഴിച്ചില്ലല്ലോ. മതി മാഡം. പെട്ടെന്ന് വാമി അങ്ങനെ പറഞ്ഞതും ലിസി അവളെ വിലക്കി. അയ്യോ, കൊച്ചെന്നെ മേഡെന്നൊന്നും വിളിക്കണ്ട, ആൻറ്റിയെന്നോ മറ്റോ വിളിച്ചാൽ മതി. പുഞ്ചിരിയോടെ അത് പറയുന്നവളെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ടവൾ വാഷിംഗ് ഏരിയയിലേക്ക് പോയി. അവൾ എഴുന്നേറ്റിൻ്റെ പിന്നാലെ ആദവും. എടാ മോനെ, നീയും ഒന്നും കഴിച്ചില്ലേ? വാമിക്ക് പിന്നാലെ പ്ലേറ്റിൽ ഭക്ഷണം ബാക്കി വെച്ച് ചാടി എഴുന്നേക്കുന്നവനെ നോക്കി ലിസി ചോദിച്ചു. മതി മമ്മി. അവന് ധൃതിയിൽ അത് പറഞ്ഞുകൊണ്ട് വാഷിംഗ് ഏരിയയിലേക്ക് പോയി. അവന് ചിലപ്പോൾ മതിയായി കാണില്ല ലിസി, അല്ലെങ്കിൽ ഒരു വറ്റുകളയാത്ത ചെക്കനാ. ഞങ്ങൾ ആരെങ്കിലും ഭക്ഷണം മിച്ചം വെച്ചാൽ കണക്കിനവൻ വഴക്ക് പറയും. ആദത്തിന് ചെറിയൊരു സപ്പോർട്ട് പോലെ കത്രീന പറഞ്ഞു. കൈ കഴുകാൻ പോയ വാമിക്ക് പിന്നാലെ ധൃതിയിൽ ആദം കൂടി എഴുന്നേറ്റത്തോടെ അലീനയ്ക്ക് അവളുടെ മനസ്സിൽ പലവിധ സംശയങ്ങൾ നുരഞ്ഞു പൊന്തി. മറ്റൊന്നും ചിന്തിക്കാതെ അവളും അവന് പിന്നാലെ എണീറ്റു. എടി മോളെ, നീയും മതിയാക്കിയോ? അലീന എഴുന്നേക്കുന്ന കണ്ട് ലിസി വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മതി ആൻറ്റി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. വാഷിംഗ് ഏരിയയിൽ കൈ കഴുകിക്കൊണ്ട് നിൽക്കുന്ന വാമിയോട് ആദമെന്തോ ചോദിക്കാൻ വന്ന സമയത്താണ് അലീന അവിടേക്ക് കയറി വന്നത്. ആ സമയത്ത് അലീനയുടെ പ്രസൻസ് അരോചകമായി തോന്നി അവന്. വാമിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറേ നേരം വാമി ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്നു. ജേക്കബ് അകത്ത് ആരേക്കോ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇരിക്കുന്തോറും വാമിക്ക് എന്തൊക്കെയോ ഉള്ളു പിടഞ്ഞു. പേരറിയാത്തൊരു നൊമ്പരം അവളെ പൊതിഞ്ഞു. വാമിക്ക് എതിർവശം വന്നിരുന്ന ആദം അവളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ആദത്തിനൊരു കോൾ വന്നത്. സ്ക്രീനിൽ അലൻ്റെ പേര് തെളിഞ്ഞതും അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആദത്തിന് കാണാവുന്ന ദൂരത്തിലുണ്ടതും. അവൻ അലനെ നോക്കി ഒന്ന് കണ്ണു കുറിപ്പിച്ചു. അലൻ കണ്ടുകൊണ്ട് അങ്ങോട്ട് വരാൻ ആംഗ്യം കാണിച്ചു. ആദം ചെന്ന് അലനടുത്തേക്കിരുന്നു. എന്താണൊരു ചുറ്റിക്കളി? അലൻ ആദത്തിന്റെ തോളിലൂടെ കൈയിട്ട് ചെവിയിൽ ചോദിച്ചു.
എന്ത് ചുറ്റിക്കളി? ആദ്യം ഒരു പുരുകുയർത്തി അലനെ നോക്കി. അല്ല, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടു. ഒരു കള്ളച്ചിരിയോടെ അലനത് പറഞ്ഞതും ആദത്തിന്റെ മുഖത്ത് ഗാംഭീര്യം നിറഞ്ഞു. അത് ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഇന്നെടുത്ത ഫോട്ടോസിലെ എല്ലാ കോപ്പി എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. ഓ, ആയിക്കോട്ടെ. അപ്പോഴാണ് ജേക്കബ് അവിടേക്ക് വന്നത്. ഡാ മോനെ അല, നീ ഒന്ന് വാമിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാമോ? എനിക്ക് മറ്റൊരു അത്യാവശ്യമുണ്ട്. അതിനെന്താ അങ്കിൾ, ഞാൻ കൊണ്ടാക്കാമല്ലോ. അതും പറഞ്ഞ് അലൻ ചാടി എണീറ്റതും ആദം അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അലനാണെങ്കിൽ വേദന എടുത്തിട്ട് ഉറക്കെ കാറി. തൊട്ടടുത്തുനിന്ന് ജേക്കബ് ഞെട്ടിപ്പോയി. ഒരു നിമിഷം വാമയുടെ ശ്രദ്ധയും അങ്ങോട്ടേക്കായി. എന്താടാ? ജേക്കബ് ശബ്ദം അല്പം കടുപ്പിച്ച് ചോദിച്ചു. ഒന്നുമില്ല, എന്നെ എന്തോ കുത്തി. ആദത്തെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. അപ്പോൾ നീ വാമിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമല്ലോ? ജേക്കബ് ഉറപ്പുവരുത്താൻ എന്ന പോലെ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അത് അങ്കിൾ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ദേ, ഇവൻ ഫ്രീ ആണ്. ആദത്തെ ചൂണ്ടി അലൻ പറഞ്ഞു. ആണോടാ? ആ പാപ്പ. എങ്കിൽ നീയൊന്ന് വാമിയെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്. അവരുടെ സംസാരം ചെറിയ രീതിയിൽ വാമി കേട്ടിരുന്നു. സർ, ഞാനൊരു ഊബർ വിളിച്ച് പൊയ്ക്കോളാം. അതിനുവേണ്ടി വെറുതെ ഈ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. വാമിക അവിടേക്ക് നടന്നു വന്നു. എന്നാലും അതല്ലല്ലോ വാമിക, എനിക്കൊപ്പം വന്നതല്ലേ മോളിവിടേക്ക്. അപ്പോൾ വാമികയെ തിരികെ അതുപോലെ വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്കുണ്ട്. വേണ്ട സർ, പ്ലീസ്, ഞാനൊരു ഊബർ വിളിച്ച് പൊക്കോളാം. അതുമാത്രമല്ല, പോകുന്ന വഴി എനിക്ക് വേറെ 1-2 സ്ഥലങ്ങളിൽ കയറാനുണ്ട്. ആണോ? എങ്കിൽ കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോട്ടെ സർ. ഓക്കെ വാമിക. ലിസിയും കത്രീനയും ഒക്കെ അകത്ത് അടുക്കളയിലായിരുന്നു. അവൾ അവരോടെല്ലാം ചെന്ന് യാത്ര പറഞ്ഞു. ശേഷം ഫോണെടുത്ത് ഊബർ ബുക്ക് ചെയ്തു. ആദത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന അലന്റെ കളിയാക്കിച്ചിരി കൂടിയായപ്പോൾ അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. എന്നിട്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. മുകളിൽ ചെന്ന് താഴോട്ട് നോക്കി അവൻ കണ്ടിരുന്നു ഊബർ വിളിച്ച് അതിൽ കയറിപ്പോകുന്ന വാമിക്ക്. അവന് മനസ്സിലായിരുന്നു അവൾക്ക് താൻ ചേർത്ത് പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആദത്തിനും ഇതൊക്കെ ആദ്യ അനുഭവമാണ്. വേണമെന്ന് വെച്ച് പിടിച്ചതല്ല. ആ നിമിഷം കൈകൾ യാന്ത്രികമായി അങ്ങ് ചേർത്ത് പിടിച്ചുപോയി. അവളെ അന്ന് ആദ്യമായിട്ട് ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് അങ്ങനെ കണ്ടപ്പോഴേ മനസ്സിലവൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് അവളുടെ ജീവിതം ഓർക്കെ, അവൾക്ക് സംഭവിച്ചതൊക്കെ ഓർക്കെ, ഇനി മറ്റാർക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവളെ ചേർത്ത് പിടിച്ച ഇടങ്കയിലേക്ക് അവനൊന്നു നോക്കി. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നിമാഞ്ഞു. പിറ്റേന്ന് വാമിക വീണ്ടും പഴയ പോലെ ഓഫീസിൽ പോയി തുടങ്ങി. അന്ന് പക്ഷേ അവളുടെ കയ്യിൽ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞൊരു ഫ്രെയിം കൂടി ഉണ്ടായിരുന്നു. അതവൾ സ്വന്തം ടേബിളിൻ്റെ മുകളിൽ വെച്ച ശേഷം ജേക്കബിൻ്റെ ടേബിളെല്ലാം ഒതുക്കി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അയാളുടെ കയ്യെത്തും ദൂരത്തായി അടുക്കി വെച്ചു. ഫ്ലവർ വേസിലെ ഫ്രഷ് ഫ്ലവേഴ്സ് എടുത്തു വെച്ചു. എല്ലാ ജോലികളും കഴിഞ്ഞ സമയത്താണ് ജേക്കബ് വന്നത്. എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ അയാളുടെ മുഖം കടുത്തിരുന്നു. സർ, വാമിക കയ്യിൽ കരുതിയ ഗിഫ്റ്റ് അയാൾക്ക് നൽകി. ഇന്നലെ സാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വളരെ വൈകിയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്നലെ ഗിഫ്റ്റ് ഒന്നും തരാൻ കഴിഞ്ഞില്ല. ഇതെൻ്റെ ഒരു ചെറിയ സമ്മാനമാണ്. ജേക്കബ് അത് വാങ്ങി തുറന്നു നോക്കി. അയാളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു. ജേക്കബും ലിസിയും ആദവും ചേർന്നുള്ള ഒരു ഫാമിലി ഫോട്ടോ. അതും കൈകൊണ്ട് വരച്ച് ഫ്രെയിം ചെയ്ത് നൽകിയിരിക്കുകയാണ് വാമി. ഞാൻ വരച്ചതാ, കൊള്ളാമോ? നിഷ്കളങ്കം നിറഞ്ഞ അവളുടെ ചോദ്യത്തിൽ ജേക്കബ് അലിഞ്ഞില്ലാതായിപ്പോയി. കൊള്ളാമോന്നോ? അതെന്തൊരു ചോദ്യമാണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവേ ഉള്ളൂ. വാമിക്ക് സന്തോഷം തോന്നി ജേക്കബിൻ്റെ ആ സംസാരത്തിൽ. ദിവസങ്ങൾ വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ 1-2 തവണ ആദവും യാമിയും തമ്മിൽ കണ്ടു. പക്ഷേ കാണാത്തതുപോലെ വാമി പോയി കളഞ്ഞു. അത് ആദത്തിന് ദേഷ്യമായി. അതുകൊണ്ട് തന്നെ പിന്നീട് അവളെ കണ്ട പല സാഹചര്യത്തിലും അവന് കാര്യമായി ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. വാമിക്കൊപ്പം ഹോസ്റ്റലിൽ നിന്ന പഴയ കുട്ടി മാറി.
പകരം മറ്റൊരാൾ വന്നു. നവ്യ, അതായിരുന്നു അവളുടെ പേര്. വാമിയുടെ അതേ പ്രായം തന്നെ. അതുകൊണ്ട് തന്നെ ഒഴിവു സമയങ്ങളിൽ ഇരുവരും ഒന്നിച്ചിരുന്നാണ് പുറത്തു പോകുന്നതും കറങ്ങുന്നതും ഒക്കെ. അന്നൊരു സൺഡേ ആയിരുന്നു. സാധാരണ എല്ലാ ഞായറാഴ്ചകളും നവ്യ വീട്ടിൽ പോകും. എന്നാൽ ഇത്തവണ അവളുടെ അച്ഛനും അമ്മയും ചേട്ടനും കൂടി അവളെ കാണാൻ എറണാകുളത്ത് വന്നു. നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു തറവാടാണ് നവ്യയുടേത്. ഹോസ്റ്റലിൽ ഫാമിലി വിസിറ്റിംഗ് അലൗഡ് അല്ലാത്തതിനാൽ പുറത്തെ മാളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. നവ്യ ഏറെ നിർബന്ധിച്ചിട്ടും വാമി കൂടെ പോകാൻ തയ്യാറായില്ല. പ്ലീസ് വാമി, ഒന്ന് വാടി. ഞാൻ ഓൾറെഡി അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു നീയും വരൂന്ന്. അവരൊക്കെ നിന്നെ കൂടി കാണാനാ വരുന്നേ. നവ്യ കുറേ കെഞ്ചി പറഞ്ഞപ്പോൾ വാമിക്ക് നിരസിക്കാനായില്ല. അങ്ങനെ വാമിയും നവ്യക്കൊപ്പം മാളിലേക്ക് പോയി നവ്യയുടെ ഫാമിലിയെ കാണാൻ. വാമി ഒരു യെല്ലോയും ബ്ലൂവും ചേർന്ന കോട്ട് സെറ്റാണ് ധരിച്ചത്. നവ്യ ജീൻസും ടോപ്പും. നവ്യ, ഞാൻ വരണോ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. എൻ്റെ പൊന്നുമോളെ, നിന്നെ ഞാൻ മാളിൽ കൊണ്ടുവന്നതേ എൻ്റെ ഫാമിലിക്ക് നിന്നെ പരിചയപ്പെടുത്താനാണ്. അല്ലാതെ എൻ്റെ ഏട്ടന് നിന്നെ കല്യാണം ആലോചിക്കാനൊന്നുമല്ല. നവ്യ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വാമിയെ നോക്കി പറഞ്ഞു. വാമിക്ക് നവ്യയുടെ സംസാരത്തിൽ ഒരു ചമ്മിയ ചിരി വിടർന്നു. ഇളിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങുക. നവ്യയ്ക്ക് സ്കൂട്ടിയുണ്ട്. അതിലാണ് അവർ മാളിലേക്ക് പോയത്. നവ്യയുടെ ഫാമിലി ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നവ്യയ്ക്കൊപ്പം വാമി അവിടേക്ക് നടക്കുമ്പോഴേ കണ്ടു. അവിടുത്തെ ഒരു ടേബിളിൽ അവർക്കായി കാത്തിരിക്കുന്ന നവ്യയുടെ ഫാമിലിയെ. നവ്യ ഓടി അവർക്കടുത്തേക്ക് ചെന്നു. താനൊരു അധികപ്പറ്റാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ അവർക്കടുത്തേക്ക് നടക്കാൻ വാമിക്കൽപ്പം മടിയുണ്ടായിരുന്നു. വാമോളെ. വാമിയുടെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കിയതും നവ്യയുടെ അമ്മ നിമ്മി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു. ദേവേട്ട, ഇതാണ് നവ്യമോളുടെ കൂട്ടുകാരി വാമിക. വാമോളെ, ഇരിക്കെ. ഒരുപാടായി നവ്യ വിളിക്കുമ്പോൾ കുറഞ്ഞത് 10 തവണയെങ്കിലും വാമി വാമി എന്ന് പറയും. വാമി അത് ചെയ്തു, വാമി അങ്ങനെ പറഞ്ഞു എന്ന് വേണ്ട, വീട്ടിൽ മുഴുവനും വാമിമയമാണ്. ദേവനത് പറഞ്ഞപ്പോഴും വാമി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ആഹാ, ആള് ഭയങ്കര സൈലന്റ് ആണല്ലോ. ഇവളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇവളെപ്പോലൊരു വായാടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അല്ലേ അമ്മേ? വാമിയെ തന്നെ നോക്കിക്കൊണ്ട് നവിയുടെ ഏട്ടൻ നിരഞ്ജനത് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന പോലെ നിമ്മിയും തലകുലുക്കി. അമ്മേ, നിങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാതെയാ വന്നേ. വാ, വന്ന് എനിക്ക് എന്തെങ്കിലും മേടിച്ചതാ. നവ്യ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ പിടിച്ചു വലിച്ചു. തൊട്ടടുത്ത് കാണാൻ മക്ഡോണൽസിലേക്ക് നടന്നു. പെട്ടെന്ന് നിരഞ്ജനും വാമിയും മാത്രമായി അവിടെ. നവ്യയുടെ ഏട്ടൻ നിരഞ്ജൻ ഒരു ഡോക്ടറാണെന്ന് വാമിക്കറിയാം. അല്ലാതെ നിരഞ്ജനെ പറ്റി കൂടുതലൊന്നും അവൾക്കറിയില്ല. നവ്യ പോയ വഴിയെ അവൾ നോക്കിയിരുന്നു. അവളെ ഇനി ഇപ്പോഴേ നോക്കണ്ട. ഇവിടെ എല്ലാ മെനുവുമായിട്ട് ഇനി അവൾ വരും. അതാണ് തന്ത്രപൂർവ്വം അച്ഛനെയമ്മയും കൊണ്ടുപോയത്. അതിന് മറുപടി പോലെ വാമി ഒന്ന് ചിരിച്ചു. വാമിക്ക് എന്തെങ്കിലും വേണോ കുടിക്കാൻ? ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും? പോയ പോക്ക് കണ്ടിട്ടേ അവൾ വരുമ്പോൾ സമയമെടുക്കും. ഏയ്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അതെങ്ങനെ ശരിയാവും? ഹോസ്റ്റലിൽ നിന്ന് ഒന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോയി ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം. ഏതാണ് വാമികയുടെ ഫ്ലേവർ? വാമിക വേണ്ടെന്ന് ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ നിരഞ്ജൻ സമ്മതിച്ചില്ല. ഒടുക്കം ഒരു ഐസ്ക്രീം കഴിക്കാൻ അവൾ നിർബന്ധിതയായി. വാനില മതി, അവൾ പറഞ്ഞതും അവൻ വാങ്ങാനായി എണീറ്റു. വാമി താടിക്ക് കൈയും കൊടുത്ത് വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നു. നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഒറ്റയ്ക്കും ഗ്രൂപ്പായും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും വേണ്ട, പ്രായമായ ആളുകൾ വരെയുണ്ട്. അതേസമയം അലീനയ്ക്കും റോസിനുമൊപ്പം ഒന്ന് പുറത്തേക്ക് വന്നതാണല്ലേ. അതും മറ്റാരോ മീറ്റ് ചെയ്യാൻ വേണ്ടി മാളിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ കാത്ത് ഫുഡ് കോർട്ടിലിരിക്കുവാണ് അവർ മൂന്നാളും. അപ്പോഴാണ് അലൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അത് ആദമായിരുന്നു. എടാ, ഞങ്ങളെ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. നേരം കുറി ആയിക്കോട്ടോ ഇവിടെ വന്നിട്ട്. നീ എവിടാ? അലൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം.
ഒരു പുഞ്ചിരിയോടെ വാമി നിരഞ്ജനെ നോക്കുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്നതുമെല്ലാം ആദം വീക്ഷിച്ചുകൊണ്ട് നിന്നു. ആദത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത കടന്നുകൂടി. ഇടയ്ക്കെപ്പോഴോ ഐസ്ക്രീമിൻ്റെ തണുപ്പ് പറ്റാത്ത വാമി ചുമച്ചപ്പോൾ ആകുലതയോടെ അവളെ നോക്കുന്ന നിരഞ്ജനെ കൂടി കണ്ട് അറിയാതെ മുഷ്ടി ചുരുട്ടി ആദം. പതിയെ അവൻ ഒന്നും അറിയാത്തതുപോലെ അകത്തിരിക്കുന്ന അലനും അലീനയ്ക്കും റോസിനും അടുത്തേക്ക് നടന്നു. എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആദത്തിൻ്റെ അത്ര തെളിച്ചമില്ലാത്ത മുഖം കാണെ അലൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അപ്പോഴാണ് അലൻ വാമിയെ കാണുന്നത്. ആദം അവളെ കണ്ടു കാണില്ലെന്ന് കരുതി അലൻ ആദത്തിന് അവളെ കാണിച്ചു കൊടുത്തു. ഇതാ പെണ്ണല്ലേ അങ്കിളിൻ്റെ ഓഫീസിലെ? അലൻ അവളുടെ പേര് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. വാമി. ആദത്തിൻ്റെ ഉറച്ച ശബ്ദം. കൂടെയുള്ളതാരാ? അവളുടെ ലവറാണോ? അലൻ്റെ ആ ചോദ്യത്തിന് മറുപടിയായി ആദം ഒന്ന് നോക്കിയതേ അലൻ ഓർമ്മയുള്ളൂ. തിരികെ അലനെയും അലീനയും അവരുടെ വീട്ടിലാക്കി സ്വന്തം വീട്ടിലേക്ക് പോവാണ് ആദം. അവൻ്റെ ഒപ്പം അച്ഛൻ്റെ അനിയൻ്റെ മകൾ റോസും ഉണ്ട്. ചേട്ടായി. പറഞ്ഞോ. അന്നത്തെ ആ വീഡിയോ അയാൾ പിന്നെ എന്തു ചെയ്തു? ആദത്തിൻ്റെ മറുപടി അറിയാനായി അക്ഷമയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു റോസ്. തുടരും.